നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം തേർഡ് സെമസ്റ്ററിലെ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റ് ആണ്. അതിൽ മൊഡ്യൂൾ 4 ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, ബ്രാഞ്ച് അക്കൗണ്ടിംഗ്. അപ്പം അതില് നമ്മൾ മെത്തേഡ്സ് പറഞ്ഞിരുന്നു അല്ലെ, മെത്തേഡ്സ് ഫോർ മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് നമ്മൾ പറഞ്ഞിരുന്നു. അതിലെ ഫസ്റ്റ് അക്കൗണ്ട് ആയിട്ടുള്ള ഡെപ്റ്റേഴ്സ് സിസ്റ്റം ആണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ആ ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിനകത്ത് നമ്മുടെ ഈ ഒരു ബ്രാഞ്ചസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. അതിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനും അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ജേണൽ എൻട്രീസ് എഴുതേണ്ടത് എന്ന കാര്യമാണ് പറയുന്നത്. ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിന്റെ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ആ ഒരു ബ്രാഞ്ചസ് എന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് അതിന്റെ ജേണൽ എൻട്രി നോക്കാം. അപ്പൊ നോക്കിയേ, പറയാനായിട്ട് പോകുന്നത് എന്താണ്? ബ്രാഞ്ച് റിസീവ്സ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് ആൻഡ് സെൽ ഓൺലി ഫോർ ക്യാഷ്. അപ്പൊ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയില് ഡെപ്റ്റേഴ്സ് സിസ്റ്റമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. ഈ ഒരു സിസ്റ്റം അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്രാഞ്ചസിനെ 3 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഹെഡ് ഓഫീസിൽ നിന്നും കോസ്റ്റ് പ്രൈസിന് ഗുഡ്സ് സ്വീകരിക്കുകയും അത് ക്യാഷിന് മാത്രം വിൽക്കുന്ന തരത്തിലുള്ള ബ്രാഞ്ചസ് ആണ്. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു ബ്രാഞ്ചസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല്, ഇവര് ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് കിട്ടുമ്പോൾ കോസ്റ്റ് പ്രൈസിനാണ് ഇവർക്ക് കിട്ടുന്നത്. ഇവർ ആ ഗുഡ്സ് ക്യാഷിന് വിൽക്കും. അതുകൊണ്ട് തന്നെ ഇവരൊരു സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്ന കാര്യമില്ല. ഇവര് പെറ്റി ക്യാഷ് ബുക്ക് മാത്രം മെയിൻറ്റെയിൻ ചെയ്ത്, അതായത് എന്താണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ, ഇവർക്കുണ്ടാവുന്ന ചെറിയ ചെറിയ എക്സ്പെൻസസുകൾ എന്തൊക്കെയാണ് എന്ന് റെക്കോർഡ് ചെയ്യുന്ന ഒരു പെറ്റി ക്യാഷ് ബുക്ക് മാത്രമേ ഇവരെന്ത് ചെയ്യുള്ളൂ? റെക്കോർഡ് ചെയ്യുള്ളൂ. ഈ ഒരു ബ്രാഞ്ചിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയുന്നതിന് വേണ്ടി ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ആരായിരിക്കും? ഹെഡ് ഓഫീസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി? ഹെഡ് ഓഫീസിന്റെ ബുക്കിലെ ബ്രാഞ്ച് അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പൊ നോക്കിയേ, such a branch is not required to maintain proper account book. It usually prepare only a petty cash book. To find out the profit at a branch, the head office prepare a branch account. അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നു? ബ്രാഞ്ച് അക്കൗണ്ട് ഹെഡ് ഓഫീസ് പ്രിപ്പയർ ചെയ്യും. ഇനി ഈ ഒരു ബ്രാഞ്ച് അക്കൗണ്ടിനകത്ത് ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ വരുന്നു, ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. ഡെബിറ്റ് സൈഡിൽ ആദ്യം തന്നെ ഈ ഒരു ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ട ഐറ്റം എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. അതിനുശേഷം ഓപ്പണിംഗ് പെറ്റി ക്യാഷ് ഉണ്ടെങ്കിൽ അത് എഴുതുക. അതിനുശേഷം എഴുതേണ്ട ഐറ്റം ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. പിന്നീട് ഈ ഒരു ബ്രാഞ്ചിന് വേണ്ടിയിട്ട് എക്സ്പെൻസസ് മെറ്റ് ചെയ്യാൻ ഹെഡ് ഓഫീസ് എന്ത് ചെയ്യും? ക്യാഷ് വല്ലതും കൊടുക്കും. അത് പിന്നീട് ഇത്രയും കാര്യങ്ങളാണ് ഡെബിറ്റ് സൈഡ് എഴുതേണ്ടത്. പിന്നീട് ക്രെഡിറ്റ് സൈഡിൽ വരുന്ന എന്തൊക്കെയായിരിക്കും? ക്യാഷ് സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് പെറ്റി, ക്യാഷ് ബാലൻസ്. ഇത്രയും കാര്യങ്ങളാണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. അതിനുശേഷം ഈ ഒരു ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചതിന് ശേഷം പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട്, ഹെഡ് ഓഫീസിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഇത്രയും മാത്രമാണ് ഈ ഒരു മെത്തേഡിനകത്ത് ഉള്ളത്. അപ്പൊ നമുക്കിതിന്റെ ജേണൽ നോക്കാം. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർ ബ്രിങ്ങിങ് ഡൗൺ ദ ബാലൻസ് ഓഫ് സ്റ്റോക്ക്, ഫർണിച്ചർ, പെറ്റി ക്യാഷ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പീരീഡ്. ഈ ഒരു പീരീഡിന് തുടക്കത്തിൽ നമുക്ക് ഓപ്പണിംഗ് ആയിട്ടിരിക്കുന്ന ഫർണിച്ചറോ പെറ്റി ക്യാഷോ അല്ലെങ്കിൽ സ്റ്റോക്കോ വല്ലതും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എഴുതേണ്ട എൻട്രി ഇങ്ങനെയാണ്: ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക് ടു പെറ്റി ക്യാഷ് ടു ഫർണിച്ചർ എന്നുള്ളത്. അതായത് നമ്മുടെ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഏത് സൈഡിൽ? ഡെബിറ്റ് സൈഡിലായിട്ട് വരും. അതിനുശേഷം ഫോർ ബ്രിങ്ങിങ് ഡൗൺ ദ ലയബിലിറ്റി അറ്റ് ദ ബിഗിനിങ്. ലയബിലിറ്റി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ലയബിലിറ്റി എവിടെയാണ് വരേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ്. അങ്ങനെ അഥവാ ലയബിലിറ്റി വല്ലതും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ബിഗിനിങ്ങിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതേണ്ടത് എങ്ങനെയാണ്? ലയബിലിറ്റി അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് എന്നതാണ്. അതായത് ബ്രാഞ്ചിന്റെ ക്രെഡിറ്റ് സൈഡിൽ ലയബിലിറ്റി വരണം. മൂന്നാമതായിട്ട് പറയുന്നത് വെൻ ഗുഡ്സ് ആർ സെൻഡ് ടു ബ്രാഞ്ച്. ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലോട്ട് ഗുഡ്സ് അയക്കുമ്പോൾ എൻട്രി എന്താണ്? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്നാണ്. കാരണം ഗുഡ്സ് അയക്കുക എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് വരേണ്ടത്. അടുത്ത എന്താണ്? വെൻ റെമിറ്റൻസ് ഈസ് മെയ്ഡ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസസ്. ബ്രാഞ്ചിന്റെ ചെലവുകൾ മെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് എന്ത് കൊടുക്കും? പണം കൊടുക്കും. അപ്പൊ അതും എന്താണ്? എക്സ്പെൻസ് ആണ്. അപ്പൊ എന്താണ്? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ്. ചിലപ്പോൾ ചെക്ക് ആയിരിക്കും കൊടുക്കുന്നത്, ചിലപ്പോൾ ക്യാഷ് ആയിരിക്കും. അപ്പൊ എന്താണ് കൊടുക്കുന്നത് നോക്കിയിട്ട് ബാങ്കോ അല്ലെങ്കിൽ ക്യാഷ് ഒന്നും എഴുതുക. അപ്പൊ അതിന്റെ എൻട്രി എന്താണ്? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ഓർ ക്യാഷ്. ഇനി വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഫ്രം ദ ബ്രാഞ്ച്. ഈ ബ്രാഞ്ച് ഗുഡ്സ് എല്ലാം വിറ്റിട്ട് ഈ ക്യാഷ് ആർക്ക് തിരിച്ചു കൊടുക്കും? ഹെഡ് ഓഫീസിന് തിരിച്ചു കൊടുക്കണം. അപ്പോൾ എൻട്രി എന്താണ്? അപ്പം ഹെഡ് ഓഫീസിനെ സംബന്ധിച്ച് ക്യാഷ് വരികയാണ്. അപ്പം വരുന്ന ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച്.
ഇനി വെൻ ഗുഡ്സ് ആർ റിട്ടേൺഡ് ബൈ ബ്രാഞ്ച്, ഈ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് അയച്ച ഗുഡ്സിനകത്ത് നിന്നും ഈ ബ്രാഞ്ച് എന്തെങ്കിലും ഗുഡ്സ് തിരിച്ച് ഹെഡ് ഓഫീസിന് അയക്കുകയാണെങ്കിൽ അവർ ആദ്യം ഗുഡ്സ് അയക്കുമ്പോൾ എൻട്രി എന്താണോ അതിന് നേരെ ഓപ്പോസിറ്റ് വരും. എങ്ങനെ വരും? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് എന്ന് വരും. ഇനി പറയുന്നത് ഫോർ ബ്രിങ്ങിങ് ഇൻ ടു റെക്കോർഡ് ദ ഐറ്റം ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്, പെറ്റി ക്യാഷ്, ഫർണിച്ചർ. ഇനി ആ ഒരു പീരീഡിന്റെ എൻഡിൽ ഫർണിച്ചറോ പെറ്റി ക്യാഷോ സ്റ്റോക്കോ വല്ലതും ക്ലോസിംഗ് ബാലൻസ് ഉണ്ടെങ്കിലുള്ള എൻട്രിയാണ്. എൻട്രി എങ്ങനെ വരും? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റ്, ബ്രാഞ്ച് ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റ്, ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു ബ്രാഞ്ച്. ഇത് ക്ലോസിംഗ് അല്ല എവിടെ വരണം? ക്രെഡിറ്റ് സൈഡിൽ വരണം. അടുത്ത പറയുന്നത് ഫോർ ബ്രിങ്ങിങ് ഇൻ ടു ദ റെക്കോർഡ് ദ ലയബിലിറ്റി അറ്റ് ദ ബ്രാഞ്ച് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ്. പീരീഡിന്റെ എൻഡിൽ ലയബിലിറ്റി എന്തെങ്കിലും മിച്ചമായിട്ടുണ്ടെങ്കിൽ അതും എങ്ങനെ വരും? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ലയബിലിറ്റി എന്ന് വരും. ദെൻ അടുത്ത പറഞ്ഞേക്കുന്നത് എന്താണ്? ഫോർ ക്ലോസിംഗ് ദ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. നമ്മൾ കൺസൈൻമെന്റ് പഠിച്ചതാണ്. ഗുഡ്സ് സെൻഡ് ടു കൺസൈൻമെന്റിനെ ക്ലോസ് ചെയ്ത് എങ്ങോട്ടാണ്? ട്രേഡിംഗ് അക്കൗണ്ട് എന്നാണ് എഴുതുന്നത്. സെയിം തന്നെയാണ് ഇവിടെയും. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ടിൽ വേണം കാണിക്കാൻ. എൻട്രി എന്താണ്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. ചില കേസിൽ മാത്രം പർച്ചേസ് അക്കൗണ്ട്, പർച്ചേസ് വന്നാലും തെറ്റില്ല. നമ്മൾ കൂടുതൽ എന്താണ് എഴുതുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. അടുത്തത് ഫോർ പ്രോഫിറ്റ് ഇഫ് എനി ഇൻ ദ ബ്രാഞ്ച്. ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആയാലും എങ്ങോട്ട് പോകും? പ്രോഫിറ്റ് ആ ലോസ് അക്കൗണ്ടിലോട്ട് മാറ്റണം. അപ്പൊ പ്രോഫിറ്റ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എൻട്രി എങ്ങനെയാണ്? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി ലോസ് ആണെന്നുണ്ടെങ്കിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് വരും. ഇത്രയും മാത്രമാണ് നമ്മളുടെ ഈ ഒരു ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടുള്ള ജേർണൽ എൻട്രി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. പിന്നെ നമ്മൾ ഇതിന്റെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പൊ നമുക്ക് ഇല്ലുസ്ട്രേഷൻ വെച്ചിട്ട് ഇത് കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് നോക്കാം. അപ്പം അത് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.